السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ അറാഫ് 65 മുതലുള്ള വചനങ്ങളിലേക്ക്. ആദ് സമുദായം. ആദ് എന്ന പേരിൽ 2 സമുദായങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേതാണ് ഇവിടെ പരാമർശിക്കുന്ന സമൂഹം. പുരാതന യമനിലെ ഉമാനിനും ഹളർമൗത്തിനും മധ്യേ അഹ്കാഫ് എന്ന താഴ്വരയിലാണ് അവർ ജീവിച്ചിരുന്നത്. വലിയ കായിക ബലമുള്ളവരും ആചാരബാഹുക്കളുമായിരുന്നു അവർ. തങ്ങളുടെ പ്രതാപം ഉയർത്തിക്കാട്ടുവാനും വിനോദത്തിനുമായും ഉയർന്ന കുന്നുകളിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ഭൂമിക്കടിയിൽ ജലസംഭരണികൾ ഉണ്ടാക്കുകയും ചെയ്ത അവർ വഴിയാത്രക്കാരെയും മറ്റും കൊള്ളയടിക്കുകയും കഠിനമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. തങ്ങളാണ് ഏറ്റവും വലിയ ശക്തർ എന്ന അവകാശവാദവും അവർക്കുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ അള്ളാഹുവിനെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ അവർ മുഴുകിയിരുന്നു. ഹൂദ് നബി അലൈഹിസ്സലാമയെ ആ സമൂഹത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. അദ്ദേഹം അവരെ ശക്തമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ സമൂഹം ഹൂദ് നബി അലൈഹിസ്സലാമയെ പരിഹസിക്കുകയും കളവാക്കുകയുമാണ് ഉണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും സമാനമായ അനുഭവങ്ങളിലൂടെയാണ് ഹൂദ് നബി അലൈഹിസ്സലാമയും കടന്നു പോകുന്നത്. തുടർന്ന് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദാ قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുവീൻ. നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിങ്ങളെന്താണ് സൂക്ഷ്മത പുലർത്താത്തത്? قال الملأ الذين كفروا من قومه إنا نراك في سفاهة وإنا لنظنك من الكاذبين. അദ്ദേഹത്തിൻ്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, തീർച്ചയായും നീ എന്തോ മൗഢ്യത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാണുന്നു. തീർച്ചയായും നീ കള്ളവാദികളുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തുൻ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, എന്നിൽ യാതൊരു മൗഢ്യവുമില്ല. പക്ഷെ ഞാൻ ലോകരക്ഷിതാവിൽ നിന്നുള്ള ദൂതനാണ്. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅന ലകും നാസിഹുൻ അമീൻ. എൻ്റെ രക്ഷിതാവിൻ്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ഗുണകാംക്ഷിയുമാകുന്നു. സത്യനിഷേധികളും ധിക്കാരികളുമായ ആ ജനതയെ ശക്തമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാമയ്ക്ക് നേരിടേണ്ടി വന്നത് മറ്റ് പ്രവാചകന്മാരുടേതിന് സമാനമായ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തെ ആ ജനത കള്ളവാദിയായി ചിത്രീകരിച്ചു. അദ്ദേഹം അവരോട് സൗമ്യമായി തന്നെ പ്രതികരിച്ചു. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ശാരീരിക ക്ഷമത, ബുദ്ധിശക്തി, പ്രവർത്തന മികവ്, ധനസമൃദ്ധി, മറ്റ് നിരവധി അനുഗ്രഹങ്ങൾ ഒക്കെയും അള്ളാഹു നൽകുന്നതാണെന്ന് ഓർക്കുക. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയ്ക്കുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. കൂടാതെ നൂഹ് നബി അലൈഹിസ്സലാമയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ടാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവഅജിബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും واذكروا إذ جعلكم خلفاء من بعد قوم نوح
من بعد قوم نوح وزادكم في الخلق بسطة فاذكروا آلاء الله لعلكم تفلحون. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിങ്ങളിൽപ്പെട്ട ഒരു പുരുഷനിലൂടെ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വന്നു കിട്ടിയതിനാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നൂഹിന്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അവൻ പിൻഗാമികളാക്കുകയും സൃഷ്ടിയിൽ അവൻ നിങ്ങൾക്ക് ശാരീരിക വികാസം വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിങ്ങൾ ഓർത്തു നോക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. قالوا أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുവാനും ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്നതിനെ ഞങ്ങൾ വിട്ടുകളയുവാനും വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? എങ്കിൽ ഞങ്ങളോട് നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അതായത് ശിക്ഷ, നീ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരിക. നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. قال قد وقع عليكم من ربكم رجس وغضب أتجادلونني في أسماء سميتموها أنتم وآباؤكم ما نزل الله بها من سلطان فانتظروا إني معكم من المنتظرين. ഹൂദ് പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ശിക്ഷയും കോപവും ഇതാ നിങ്ങൾക്ക് വന്നു ഭവിക്കുകയായി. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ട് വച്ചിട്ടുള്ളതും അള്ളാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതുമായ ചില ദൈവനാമങ്ങളുടെ പേരിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? എന്നാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുകയാണ്. فأنجيناه والذين معه برحمة منا وقطعنا دابر الذين كذبوا بآياتنا وما كانوا مؤمنين. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരെ നാം മുരടോടെ മുറിച്ചു കളയുകയും ചെയ്തു. ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളുമെല്ലാം ആ സമൂഹം അവഗണിക്കുകയും നിഷേധിക്കുകയുമാണ് ഉണ്ടായത്. നീ സത്യവാദിയാണെങ്കിൽ ഞങ്ങളോട് ഭീഷണി മുഴക്കുന്ന ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവാ, അതൊന്ന് കാണട്ടെ എന്നുകൂടി അവർ പറഞ്ഞു. അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. അവർ വിഗ്രഹാരാധനയിൽ തന്നെ തുടർന്നു. സത്യമാണെന്നതിന് യാതൊരു തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത, അള്ളാഹു യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും നൽകിയ ചില പേരുകൾ മാത്രമാണ് അവയ്ക്കുള്ളത്. അത്തരം വസ്തുക്കളുടെ പേരിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? നിരാശയോടെ ഹൂദ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, ശിക്ഷ സ്ഥിരപ്പെട്ടത് തന്നെ. നമുക്കൊന്നായി ആ ശിക്ഷയുടെ ആഗമനത്തിനായി പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അള്ളാഹുവിൽ നിന്നുള്ള കടുത്ത ശിക്ഷ അവരിൽ എത്തുകയായിരുന്നു. 7 രാത്രിയും 8 പകലുകളും തുടർച്ചയായി അടിച്ചു വീശിക്കൊണ്ടിരുന്ന കൊടുങ്കാറ്റിന് അവർ സാക്ഷിയായി. എന്നാൽ ഹൂദ് നബി അലൈഹിസ്സലാമയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുക തന്നെ ചെയ്തു. മുന്നറിയിപ്പുകളൊക്കെയും അവഗണിച്ച ആദ്യ സമൂഹം അങ്ങനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടു. സൂറത്തുൽ ആറാഫ് 65 മുതൽ 72 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 73 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.